കരുവന്നൂർ കേസിൽ പ്രതി ചേർക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ എംപിയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. പോലീസ് ജലപീരങ്കിയെ പ്രയോഗിക്കുകയാണ്. കരുവന്നൂർ കേസിൽ കഴിഞ്ഞ ദിവസമാണ് കുറ്റപത്രം വന്നത്. അതിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ് പ്രധാനപ്പെട്ട നേരത്തെ അവിടെ സെക്രട്ടറിമാരായിരുന്ന 3 പേരാണ് പ്രധാനമായും കേസിൽ CPM പാർട്ടി ഉൾപ്പെടെ പ്രതി ചേർക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ MP കെ രാധാകൃഷ്ണന്റെ വീട്ടിലേക്കാണ് കോൺഗ്രസ് ഇന്ന് മാർച്ച് നടത്തിയിരുന്നത്. ആ മാർച്ചിലാണ് സംഘർഷമുണ്ടായിരുന്നത്. ഇപ്പോൾ പോലീസ് അവിടെ ജലപീരങ്കി പ്രയോഗിക്കുന്നു പ്രവർത്തകർക്ക് നേരെ. MP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. നടരാജ് പരശുരാം ചേരുന്നുണ്ട്. നടരാജ്, ഒരു സംഘർഷാവസ്ഥയുണ്ടോ? നടരാജ്, കേൾക്കാമോ? എന്താണ് സ്ഥിതി? ധന്യ, കരുവന്നൂർ കേസിൽ പ്രതികളായ ജനപ്രതിനിധികൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ആലത്തൂർ MP കെ ഓഫീസിലേക്കാണ് അതിനുശേഷമാണ് ഇത്തരത്തിൽ ബാരിക്കേഡ് കടന്നു പോകാൻ പ്രവർത്തകർ ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ നേതൃത്വത്തിലാണ് സമരം ഇവിടെ നടക്കുന്നത്. പോലീസ് പ്രവർത്തകരെ ഓഫീസിലേക്ക് പോകുന്നതിൽ നിന്നും തടഞ്ഞിട്ടുണ്ട്, ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നത്. ജലപീരങ്കി 2-3 തവണ പോലീസ് പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. എന്നിട്ട് ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും ഇവിടെ പ്രതിഷേധ സമരം തുടരുകയാണ്. ധന്യ. ശരി നടരാജ്. കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചിലാണ് സംഘർഷം. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. ജനപ്രതിനിധികൾ, കരുവന്നൂർ കേസിൽ ഉൾപ്പെട്ട ജനപ്രതിനിധികൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് MP കെ രാധാകൃഷ്ണന്റെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു വിഷയത്തിൽ എന്നുള്ളത് കൂടിയാണ്. MP ഓഫീസിലേക്ക് മാർച്ച്. ജനപ്രതിനിധിയായിരിക്കാൻ യോഗ്യരല്ല കരുവന്നൂർ കേസിൽ ഉൾപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് മാർച്ച് നടത്തുന്നത്. രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാർച്ചാണ് ഇപ്പോൾ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് MP കെ രാധാകൃഷ്ണന്റെ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. കരുവന്നൂർ വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്നുള്ളതാണ്. MP കെ രാധാകൃഷ്ണന്റെ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധിച്ചത്. അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോഴാണ് പോലീസ് അവിടെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. കടുത്ത പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് കേസിൽ കുറ്റപത്രം വന്നത്. അതിൽ പ്രധാനമായി 3 പേരുടെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ സെക്രട്ടറിമാരായിരുന്ന 3 പേരുടെ പേരുകൾ. അതിൽ ജനപ്രതിനിധിയായിരിക്കുന്ന കെ രാധാകൃഷ്ണൻ രാജിവെക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ആവശ്യം കൂടുതൽ ശക്തമാക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ് എന്നാണ് മനസ്സിലാക്കുന്നത്. നടരാജ് വീണ്ടും ചേരുന്നുണ്ട്. നടരാജ്, അവിടെ നിന്ന് ആളുകൾ പിൻവാങ്ങാതെ പ്രതിഷേധം തുടരുകയാണല്ലേ? ധന്യ സൂചിപ്പിച്ചതുപോലെ ശക്തമായ ഒരു സമരം തന്നെയാണ് ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. കരുവന്നൂർ കേസിൽ നേരത്തെ ഈട് 2ാമത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിൽ മുതിർന്ന CPM നേതാക്കളായ കെ രാധാകൃഷ്ണനും AC മോദിനും ജില്ലാ സെക്രട്ടറിമാരായ MM വർഗീസ് ഉൾപ്പെടെയുള്ളവർ പ്രതി ചേർത്തിരുന്നു. പാർട്ടിയെ പ്രതി ചേർക്കുന്ന ശേഷവും ഇതിലുണ്ടായി. ഇക്കാര്യത്തിൽ ജനപ്രതിനിധികൾ സ്ഥാനത്ത് തുടരരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത്. കോൺഗ്രസ് നേതാവ് അനിൽ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തവും ഈ പ്രതിഷേധത്തിൽ കാണാൻ കഴിയും. നമുക്കറിയാവുന്ന പോലെ ചേലക്കരയിൽ ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് ഏറെ കാലമായി. കെ രാധാകൃഷ്ണനെ അദ്ദേഹം അവകാശപ്പെടുന്ന തരത്തിൽ നിഷ്കളങ്കനായി കാണേണ്ട കാര്യമില്ല എന്നാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പറയുന്നത്. രാധാകൃഷ്ണനെതിരെ പ്രതിഷേധം എവിടെയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ, നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനും കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടുകൂടിയാണ്
ചേലക്കരയിലെ ആലത്തൂർ MP യുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധം നടത്തുന്നത്. ഇത്തരത്തിൽ കരുവന്നൂർ വിഷയത്തിൽ തുടർന്നും പ്രതിഷേധം നടത്താനും ഇരകൾക്ക് നഷ്ടപ്പെട്ട പണം കിട്ടുന്നത് വരെ, അതുപോലെ തന്നെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നത് വരെ പോരാട്ടം തുടരാനുമാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം നമുക്കറിയാവുന്ന പോലെ ഈ കേസിൽ തങ്ങളുടെ രാഷ്ട്രീയ നിരപരാധിത്വം തെളിയിക്കാനുള്ള തത്രപ്പാടിലാണ് CPM എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിൽ തന്നെ CPM-ന്റെ ഒരു വിശദീകരണ യോഗം നടന്നിരുന്നു. വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ അംഗം ഉദ്ഘാടനം ചെയ്യുകയും ED പകപോക്കുകയാണ് എന്ന തരത്തിൽ അദ്ദേഹം അത് മാത്രമല്ല നടരാജ്, ഒരു പ്രത്യേക സാഹചര്യം കൂടിയുണ്ട്. കാരണം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് കുറ്റപത്രവും സമർപ്പിക്കുന്നത്. അതിനുശേഷം സ്വാഭാവികമായിട്ടും CPM-ന് ഒരു ആശങ്കയുണ്ടാവും. പ്രത്യേകിച്ച് CPM നേതാക്കൾ പ്രതിപട്ടികയിലുണ്ട്, അതിനു പുറമെ CPM-ഉം പ്രതിപട്ടികയിലുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ലല്ലോ. രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ലക്ഷ്യത്തിൽ ചേരുന്നത്. ഏറെക്കാലം തണുത്തിരുന്ന കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് കഴിഞ്ഞ ദിവസം കൃത്യസമയത്ത് ED കുറ്റപത്രം സമർപ്പിച്ചതോടുകൂടിയാണ് പുറത്തേക്ക് വന്നത്. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് നേരത്തെ തന്നെ CPM ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ ധന്യ പറഞ്ഞതുപോലെ കൃത്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം തന്നെ CPM ഒരു ഡിഫൻസിലാവുന്ന തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുക, അതിൽ പാർട്ടി തന്നെ പ്രതി ചേർക്കപ്പെടുക എന്നുള്ള സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാവുകയുണ്ടായി. സ്വാഭാവികമായും ഈ സമയത്ത് ഈ ഒരു വിഷയം മുതലെടുക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ ആഞ്ഞടിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും പ്രാദേശിക തലങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധ പരിപാടികൾ നടന്നു. BJP-യും കഴിഞ്ഞ ദിവസം വൈകുന്നേരം തൃശൂർ ടൗണിൽ ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി നടത്തി. ഇന്നും കരുവന്നൂരിലും പരിസര പ്രദേശങ്ങളിലും BJP പ്രതിഷേധ പരിപാടികൾ നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ എല്ലാ പാർട്ടികളും കരുവന്നൂർ വിഷയം വളരെ സജീവമായി ഉന്നയിക്കുകയും ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള അവസരങ്ങളിൽ കൃത്യമായി ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് എത്രത്തോളം തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ സ്വാധീനിക്കും എന്ന കാര്യം അതിൽ തന്നെ കാണേണ്ടതുണ്ട്. യെസ്, ഇതിൽ